ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്തിരിക്കുകയാണ്. ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ കുറച്ച് നീളം കൂടിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ അതാണ് നല്ലത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കണക്കെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാം കട്ട് ചെയ്യുമ്പോൾ ഒരേ അളവായിരിക്കണം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇനി ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. ഇത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ചിട്ടുമുണ്ട്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഇച്ചിരി അധികം ചേർക്കാം. ഈ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം മാത്രം ഇതൊന്ന് വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങിയെടുക്കാം. 5 മിനിറ്റ് എന്നുള്ളത് ഒരു 6 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പുഴുങ്ങുന്നതിൻ്റെ വേവ് കറക്റ്റ് ആകില്ല. അതുപോലെ ഇത് ബോയിൽ ചെയ്യുമ്പോൾ ഒരു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ബോയിൽ ചെയ്യാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് മാറ്റാം. ഇതൊരു സ്ട്രെയിനറിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഞാനിതുപോലെ ഒരു സ്ട്രെയിനർ വെച്ചിട്ടുണ്ട്, അതിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ചൂട് പെട്ടെന്നൊന്ന് ആറാൻ വേണ്ടിയിട്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ആ ചൂട് നിൽക്കുവാണെങ്കിൽ ഇത് പിന്നെ ഒന്നും കൂടെ വെന്ത് പോകും. അപ്പോൾ നമുക്ക് ആ 5 മിനിറ്റ് വെള്ളത്തിൽ കിടക്കുമ്പോൾ ഉള്ളൊരു വേവ് ഇതിന് മതി. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ ഈ സ്ട്രെയിനറിൽ വെച്ചേക്കുക. അന്നേരം ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു കിച്ചൺ ടവൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വൈപ്പ് ചെയ്തെടുക്കണേന്ന്. ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു തുണിയുടെ മുകളിലേക്ക് നിരത്തിയിട്ടാലും മതി. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം വേണം പൊട്ടറ്റോ ഇടാനായിട്ട്. ഒരുപാട് ഗോൾഡൻ ആകണ്ട. ഇതിപ്പോൾ ചെറുതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഫ്രൈ ആയാൽ മതി. ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് ഞാനിത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടെ ക്രിസ്പി ആക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും കൂടെ ഡബിൾ ഫ്രൈ ചെയ്യണം. അതിനായിട്ട് ഇതുപോലെ ഒരു ബോക്സ് എടുക്കുക. ആ ബോക്സിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ പുറമേയുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലെല്ലാം ഒന്ന് തുടച്ചു കളയാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കോൺ സ്റ്റാർച്ച് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കോൺ സ്റ്റാർച്ച്. അതൊരു അരിപ്പം ചായ അരിക്കുന്ന ഒരു പാത്രത്തിൽ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്യാം. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ കോൺ സ്റ്റാർച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കാം. ഓവറായിട്ട് നമ്മളിത് ഇളക്കാൻ പാടില്ല. ഇതുപോലെ ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പോൾ ഇത് പൊട്ടിപ്പോകത്തില്ല. ഇതിപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ആ കോൺ സ്റ്റാർച്ച് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ഇപ്പോൾ വറക്കണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിപ്പ് ലോക്കറിലോ ആക്കിയിട്ട് ഫ്രീസറിൽ 1 മാസം വരെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇതൊന്ന് വറുത്തെടുക്കാം. ഈ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇത് വീണ്ടും ഒന്നും കൂടി ഇട്ട് ഫ്രൈ ചെയ്യാം. ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോഴത്തേക്ക് കോരാം. ഇതുപോലെ
രണ്ടാമത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് ഒരു പ്രാവശ്യം കൂടെ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോഴാണ് ഇത് നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആവുന്നത്. ആ സെയിം എണ്ണയിലേക്ക് തന്നെയാണ് ഇടുന്നത്. ഞാനിപ്പോൾ ഉണ്ടാക്കിയ അത് ഫുള്ളായിട്ട് ഒരുമിച്ച് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ 2 പ്രാവശ്യം ആക്കിയിട്ട് ഇത് മൂന്നാമത്തെ പ്രാവശ്യം ആക്കുമ്പോൾ ഇത് ഒട്ടും ഉടഞ്ഞു പോകില്ല. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നത്. നല്ല ക്രിസ്പി ചെയ്തപ്പോൾ എണ്ണയിൽ നിന്ന് ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് നല്ലൊരു കരിവരുപ്പ് പോലെ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോഴാണ് കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ടെക്സ്ചർ അയക്കുന്നത്. ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. സീസണിങ് ചെയ്യുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അത് ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ ഇതുപോലെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് സോസും വെച്ചിട്ടുണ്ട്. ഇത് കണക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്